നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചയിൽ മൂന്നാം കക്ഷി ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ. വെടിനിർത്തലിന് ധാരണയായെന്ന് കേന്ദ്ര സർക്കാരും ഔദ്യോഗികമായി അറിയിച്ചു. വിദേശകാര്യ വക്താവ് വിക്രം മിശ്രയാണ് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രസ്താവന നടത്തിയത്. ഇന്ന് വൈകിട്ട് 5 മണി മുതലാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും സൈനിക മേധാവികൾ തമ്മിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സുപ്രധാന തീരുമാനം വന്നിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ DGMO ഇന്ത്യയുടെ DGMOയുമായി ബന്ധപ്പെട്ടതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. മൂന്നാം കക്ഷി ഇല്ലെന്ന് കേന്ദ്രം പറയുമ്പോഴും ഇക്കാര്യം ആദ്യം വെളിപ്പെടുത്തിയത് ട്രംപ് തന്നെയാണ്. ഒരു രാത്രി മുഴുവൻ നീണ്ട അമേരിക്കയുടെ മധ്യസ്ഥ ശ്രമത്തിന് ശേഷമാണ് ധാരണയായതെന്ന് ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചിരുന്നു. സാമാന്യ ബുദ്ധി കാണിച്ച ഇരു രാജ്യങ്ങൾക്കും അഭിനന്ദനങ്ങളെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇരു രാജ്യങ്ങളിലെയും നേതാക്കളുമായി സംസാരിച്ച് സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പാക് സൈനിക മേധാവി അസീം മുനീറുമായി ഫോണിൽ സംസാരിച്ച ശേഷം മാർക്കോ റൂബിയോ വിദേശകാര്യമന്ത്രി S ജയശങ്കറിനെ ബന്ധപ്പെട്ടിരുന്നു. ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആശയവിനിമയം പുനഃസ്ഥാപിക്കണമെന്നും ചർച്ചകൾക്ക് US പിന്തുണ നൽകുമെന്നും റൂബിയോ പറഞ്ഞിരുന്നു. അതേസമയം ഇന്ത്യക്കെതിരായ ഏത് ഭീകരാക്രമണവും യുദ്ധമായി കണക്കാക്കാൻ മോദി സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. യുദ്ധമായി കണക്കാക്കി പ്രതിരോധിക്കാനായിരുന്നു ഇന്ത്യയുടെ തീരുമാനം. പാകിസ്ഥാനുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഇന്ത്യ നൽകിയത്. സൈനിക താവളങ്ങൾക്കും ജനവാസ കേന്ദ്രങ്ങൾക്കും നേരെ പാകിസ്ഥാൻ കഴിഞ്ഞ 3 രാത്രികളിൽ തുടർച്ചയായി വ്യോമാക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത്. പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലായിരുന്നു ഈ ഒരു തീരുമാനം കൈക്കൊണ്ടത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സൈനിക മേധാവിമാരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇത്തരത്തിൽ ശക്തമായ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് വെടിനിർത്തലിന് പാകിസ്ഥാൻ ധാരണയായതും. രാജ്യാന്തര നിയമപ്രകാരം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ സൈനിക ശക്തി ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണമോ അധിനിവേശമോ ആണ് യുദ്ധപ്രവൃത്തിയായി സാധാരണ കണക്കാക്കുക. സംഘർഷത്തിൽ ക്ഷീണം അത്രയും സംഭവിച്ചതും പാകിസ്ഥാന് തന്നെയാണ്. പഹൽഗാമിലെ കണക്ക് വീട്ടാനും ഇന്ത്യക്ക് സാധിച്ചു. നേരത്തെ ചൈനയും സമാനമായ ആവശ്യം മുന്നോട്ട് വെച്ച് രംഗത്തെത്തിയിരുന്നു. ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകരുതെന്നും ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് സംയമനം പാലിക്കണമെന്നതുമായിരുന്നു ചൈന ആവശ്യപ്പെട്ടത്. ഇന്ത്യയോടും പാകിസ്ഥാനോടും സമാധാനത്തിന് ആഹ്വാനം ചെയ്ത് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയും പുറത്തിറക്കിയിരുന്നു. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നിലവിലുള്ള സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. പ്രശ്നങ്ങൾ രാഷ്ട്രീയ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടിരുന്നു. സമാധാന ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്നപരിഹാരം ഉണ്ടാകുകയുള്ളൂ. പ്രശ്നപരിഹാരത്തിനായി ക്രിയാത്മകമായ പങ്കുവഹിക്കാൻ ചൈന സന്നദ്ധമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ US ഇടപെടില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കിയത്. 2 ആണവ ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ അടിസ്ഥാനപരമായി തങ്ങൾക്ക് കാര്യമില്ലെന്നായിരുന്നു വാൻസിന്റെ നിലപാട്. സംഘർഷം ലഘൂകരിക്കാൻ US ശ്രമിക്കുമെന്നും എന്നാൽ ഇരുപക്ഷത്തെയും ആയുധം താഴെ വെക്കാൻ നിർബന്ധിക്കാൻ കഴിയില്ലെന്നുമായിരുന്നു ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ JD വാൻസ് വ്യക്തമാക്കിയത്. കുറച്ചുകൂടി സംഘർഷത്തിന്റെ തീവ്രത കുറയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. പക്ഷേ അടിസ്ഥാനപരമായി ഞങ്ങളുടെ കാര്യമല്ലാത്തതും അമേരിക്കയുടെ നിയന്ത്രണശേഷിയുമായി യാതൊരു ബന്ധമില്ലാത്തതുമായ ഒരു യുദ്ധത്തിന്റെ മധ്യത്തിൽ ഞങ്ങൾ ഇടപെടാൻ പോകുന്നില്ല, വാൻസ് അഭിമുഖത്തിനിടെ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ട്രംപിന്റെ വെളിപ്പെടുത്തലും ഉണ്ടായിരിക്കുന്നത്. ഇരുപക്ഷത്തെയും ആയുധം താഴ്വെക്കാൻ നിർബന്ധിക്കാൻ US-ന് കഴിയാത്തതിനാൽ നയതന്ത്ര മാർഗങ്ങളിലൂടെ US മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുമെന്നും വാൻസ് വ്യക്തമാക്കിയിരുന്നു. വിദേശ സംഘർഷങ്ങളിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ നിന്ന് US പിന്മാറണമെന്ന ട്രംപിന്റെ വിദേശ നയവുമായി പൊരുത്തപ്പെടുന്ന പരാമർശങ്ങളായിരുന്നു വാൻസ് നടത്തിയത്. റഷ്യ യുക്രൈൻ വിഷയത്തിലും സമാനമായ നിലപാടായിരുന്നു US സ്വീകരിച്ചത്. ഇരുപക്ഷത്തെയും നേരിട്ട് ചർച്ചകൾക്ക് പ്രേരിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവെക്കാനുള്ള ശ്രമത്തിൽ നിന്ന് US പിന്മാറാൻ തയ്യാറാണെന്ന് ട്രംപും വാൻസും നേരത്തെ മുന്നറിയിപ്പും നൽകിയിരുന്നു.